നമസ്കാരം. മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്കാണ് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സാഹിബിനകത്തുപെട്ട വെണ്ടയ്ക്കയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് സാഹിബിനകത്തുപെട്ട വെണ്ടന്. ഇപ്പോൾ ഏകദേശം രണ്ടാം വളമ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാല് കീറിയിട്ട് ഗഡാക്കിയിട്ട് ചാല് കീറിയിട്ടാണ് നമ്മൾ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബായ് ഇത് അതിൻ്റെ അടിയിൽ മൊത്തം നമ്മൾ കോഴിക്കാഷ്ടാണ് രണ്ടാം വളമായിട്ടുള്ള ബായ്. കോഴിക്കാഷ്ടം മൊത്തം ഇതിലിടുകയാണ്. ഇത് കണ്ടില്ല, സാഹിബ എന്ന് പറഞ്ഞ വെറൈറ്റി വെണ്ടേന് അത്യാവശ്യം നല്ല ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള വെണ്ടേന് നമുക്കിവിടെ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യൽ. ഇത് കണ്ടില്ലേ, നല്ല പൂക്കൾ, നല്ല ഇലകളെല്ലാം, ഫംഗസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് ഈ സാഹിബ വെണ്ടയ്ക്ക്. അപ്പോൾ നല്ല രീതിയിൽ വളപ്രയോഗം, അടിവളവും അതുപോലെ തന്നെ മേൽവളമൊക്കെ കൊടുത്തുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെണ്ട തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് 4 ഏക്കർ വെണ്ട മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇനി തണ്ണിമത്തൻ ഇടാനുള്ള ടൈമില്ല. കാരണം വെച്ചാൽ മഴ വരാൻ തുടങ്ങി. ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കായായ എന്ന് വെച്ചാൽ തണ്ണിമത്തനൊക്കെ വിളവെടുക്കാനായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും വിളവെടുത്തോളി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ അടി കെട്ടുപോകും. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്നാണ്ട് 4 ഏക്കർ പിന്നെ തണ്ണിമത്തനല്ല വെണ്ടയ്ക്കയാണ് നമ്മൾ ചെയ്യുന്നത്. സാഹിബിനകത്തുപെട്ട വെണ്ടക്ക, അതേപോലെ തന്നെ വെള്ളരി, പിന്നെ നമ്മുടെ കക്കരിക്ക, ഈ ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ മൾച്ചിങ് ചെയ്യാതെയാണ് ഈ വെണ്ടക്ക അവിടെ ചെയ്തിട്ടുള്ളത്. മൾച്ചിങ് ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ നമ്മൾ വിത്തിട്ട് പോയി ചാല് കീറി, ഇതുപോലെ നമ്മൾ ചാല് കീറിയിട്ട് അതിൽ കോഴിക്കാഷ്ടം, പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി, ട്രൈക്കോഡർമ, ഇതെല്ലാം നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വിത്തിട്ടിട്ടുള്ളത്. വിത്ത് നമ്മൾ തൈകളല്ല വെച്ചിട്ടുള്ളത്, നമ്മൾ വിത്ത് ഇട്ടുകാണാണ് പോയിട്ടുള്ളത്. വിത്തിട്ട് പോകുമ്പോൾ നല്ല ഗ്രോത്ത് കാര്യങ്ങളുണ്ടാവും. തൈ ഇട്ടാലും കുഴപ്പമില്ല, ഗ്രോത്തും കാര്യങ്ങളാകും. അതിനനുസരിച്ച് വളങ്ങൾ നമ്മൾ കൊടുക്കണം. വിത്തിടുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബ്രാഞ്ചസ് ഇത്തിരിയും കൂടി ഒരു 3-4 ബ്രാഞ്ചസും കൂടി എക്സ്ട്രാ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ വിത്തിട്ടുകൊണ്ടാണ് പോകുന്നത്. ഇനി മുതൽ വെണ്ടൻ്റെ വിത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ ഡയറക്റ്റ് വിത്തിട്ടുകൊണ്ട്, ഇനി മുളക്കാത്തുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് റീപ്ലേസ് ചെയ്തുകൊണ്ട് വിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മൾ വിത്തിട്ടിരുന്നു, പക്ഷെ ഇത് മുളക്കാത്തതുകൊണ്ട് പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ മൊത്തം നമ്മളിപ്പോൾ ഏകദേശം 800 വിത്താണ് ഇട്ടിട്ടുള്ളത്. ആ 800 വിത്തിൽ നമുക്ക് ഏകദേശം ഒരു 25 വിത്തേ പോയിട്ടുള്ളൂ. ആ പോയ വിത്ത് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം വെച്ചാൽ നമുക്കിനി അതിൻ്റെ അടിയിൽ ബ്രാഞ്ചസ് കൂടുമ്പോൾ നമുക്കതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അത് രണ്ടാം രീതിയിൽ നമ്മൾ ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ 2 വളർച്ച ആവുകയും ചെയ്യും. ഒരുപാടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചെറിയ വളർച്ച വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഒന്നിൻ്റെ അടിയിൽ ഒന്ന് പോയിച്ചിട്ട് വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി നമ്മൾ വളങ്ങൾ ഡ്രിപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വെണ്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6-7 മാസം നമുക്ക് വിളവ് തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് വിളവ് തരേണ്ട ഒരു പച്ചക്കറിയാണ് നമ്മളെ വെണ്ട. അത് നല്ല ഇനത്തിൽപ്പെട്ട വെണ്ടകളാകുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് മുന്നേ പറഞ്ഞ മാതിരി തന്നെ കീടങ്ങൾ ഇതിൽ അറ്റാക്കിങ് കുറവാണ്. ഇതിൽ നമ്മൾ കാര്യമായിട്ട് നമുക്ക് ഇലമ്പൊക്കെ നമുക്ക് സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഇത്ര ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് വെണ്ടയ്ക്ക് ഈ സാഹിബിനകത്തുപെട്ട വെണ്ടൻ്റെ ഒരു പ്രത്യേകത എന്നാ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ സാഹിബിനെ നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്യുകയല്ല. കാരണം ഞാൻ എൻ്റെ കൃഷിയിൽ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ പുഴുക്കളെ അറ്റാക്കിങ് കുറവാണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തണ്ടുതുരപ്പിൻ്റെ പ്രശ്നം നല്ല ഉണ്ട്. അത് കായായി കഴിഞ്ഞാൽ തണ്ടുതുരപ്പും വരും. അതുപോലെ തന്നെ ഫസ്റ്റ് മൊട്ട് വിരിഞ്ഞ് തുടങ്ങിയാൽ തണ്ടുതുരപ്പിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോട് ഒറ്റ പ്രാവശ്യം നമ്മൾ കൊടുത്താൽ തന്നെ പിന്നെ നമുക്ക് അതിമക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ ചെറിയ പ്രായത്തിലാണ് നമ്മളിപ്പോൾ അത് കൊടുത്തു. ഈ ചെറിയൊരു പ്രായത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം നമുക്ക് വെണ്ടൻ്റെ കാര്യത്തിൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 4 ഏക്കർ വെണ്ട നമ്മൾ ചെയ്യാണ്. പക്ഷേ വെണ്ടൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അറിയോ, നമ്മൾ ഈ സംഗതി പറിച്ചെടുക്കുമ്പോൾ ചൊറിഞ്ഞിട്ടാകെ പിപ്പിരി മാറും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ അതിൻ്റെ ചൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വെണ്ട കൃഷി നമുക്ക് തകൃതായിട്ട് നമുക്ക് നെല്ലിടുന്നത് വരെ നമുക്ക് വെണ്ട നല്ല രീതിയിൽ കൃഷി ചെയ്യാം. ഇനി ഈ ടൈമിൽ ആരും വെത്തക്കിടാൻ നോക്കിയത്. കാരണം വെച്ചാൽ നമുക്ക് കാലാവസ്ഥക്ക് ഏകദേശം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഇടമഴകളൊക്കെ ഇനി വരുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാകും. പിന്നെ അതുപോലെ തന്നെ ചൂട് കൂടുതലാകുമ്പോൾ ഫംഗസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ പിന്നെ ഇനി വെണ്ട, അതുപോലെ തന്നെ വഴുതന,
പെട്ടെന്നാവുന്ന കൃഷികളൊക്കെ പെട്ടെന്നുണ്ടാവുന്ന കൃഷികളൊക്കെ പെട്ടെന്ന് ചെയ്യുക. ഇതൊക്കെ ഏകദേശം ഒരു 55-60 ദിവസമൊക്കെ വേണം തണ്ണിമത്തൻ ചെയ്യണമെങ്കിൽ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പിന്നെ നമ്മൾ ഇത്രയും പൈസ മുടക്കിയാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, താങ്ങാനും പറ്റില്ല. അപ്പോൾ കർഷകരെ ബുദ്ധിമുട്ടുന്നതാണ് കർഷകർക്ക് അറിയുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല കർഷകരെ ബുദ്ധിമുട്ടെന്ന് പറയേണ്ടത്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും പിന്നെ കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയേണ്ടത് എല്ലാത്തിനും സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിലുള്ള ഒരുപാട് അറിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം അവരുടെ അറിവും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അറിവുകൾ നമ്മളും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ കൃഷികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട രീതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ കൃഷി ചെയ്യുക, കാരണം വെച്ചാൽ നമ്മളെ നാടിൻ്റെ സമ്പത്ത് മാക്സിമം നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഓഫീസർമാരുണ്ടായതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും എന്നുള്ളൊരു ഉത്സാഹം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ മാക്സിമം ഫാമിങ്ങിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ മാക്സിമം പിന്നെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ടായാലും നമ്മൾ നല്ല രീതിയിൽ ഒരു നല്ല പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ ട്രെയിൻ ചെയ്ത് ഒരു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുക. കാരണം വെച്ചാൽ ഈ ഫാമിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കിട്ടേണ്ട ഒരു മേഖല തന്നെയാണ്. നമുക്ക് ഈ ഡോക്ടറേറ്റൊക്കെ ഞാൻ പല വീഡിയോ നമ്മൾ പറയുന്നുണ്ട്, ഡോക്ടറേറ്റൊക്കെ പോലെ തന്നെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. കർഷകരെന്ന് പറയുന്നത് ഒരിക്കലും ഒരു താഴ്ന്ന തട്ടുപെട്ട ഒരു വിഭാഗമല്ല. പലർക്കും പല ചിന്തകളാണ്. ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും താഴ്ന്ന ഉള്ളവരാണെന്നുള്ളത്. ആ ചിന്തകളൊക്കെ മാറ്റിയാലേ നമുക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ കർഷകരുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കോട്ടെ. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് സാറുമാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ബൾക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. ബൈ, താങ്ക് യു.